നമ്മളെങ്ങനെ പോകുന്നത്? ഇന്ന് ഒരു സൺഡേ ആയപ്പോൾ വെറുതെ ദിവസത്തിന് ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞു. തനിയെ വന്ന് പറഞ്ഞു. പെട്ടെന്ന് എങ്കിൽ പോവാം, കുട്ടികൾക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഞങ്ങളെല്ലാവരും കൂടെ പറവണ്ണ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ബീച്ചിലെത്താറായി. ബീച്ചിൻ്റെ അടുത്ത് പിന്നെ അടുത്തുകൊണ്ടിരിക്കും. നിറയെ ആളുകളുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. നിറയെ പോലീസുകാരുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ ബീച്ചിലെത്തിയിട്ടോ. നിറയെ നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ആദ്യം പേടിയാണ് തോന്നിയത്. കാരണം ഇപ്പോൾ മഴ നിൽക്കുന്ന സമയമാണ്, ഡേഞ്ചറാണെന്ന് അറിയാം. എങ്കിലും രസമായിട്ട് കാണാനുള്ള രീതിയിലാണ് വന്നത്. നല്ല വെള്ളമായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ബീച്ചായി മാറിയിട്ടുണ്ട് പറവണ്ണ കേട്ടോ. ഇനി ആരെങ്കിലും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുകൊണ്ടു. ആദ്യ കാലങ്ങളിലൊക്കെ പറവണ്ണ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം നല്ല മനോഹരമായി നല്ല ഭംഗിയുള്ള ബീച്ചിനായി മാറിയിട്ടുണ്ട് പറവണ്ണ. അങ്ങനെ കുറച്ച് ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് ഇറങ്ങി. പൈനാപ്പിൾ ഉപ്പിലിട്ടതും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു സൈഡിലായിട്ട്. അതൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കി. പിന്നെ കുട്ടികളുടെ കൂടെ അവരുടെ കളിയും കണ്ട് ആദ്യം ഒന്നിങ്ങനെ വളരെ സൂം ചെയ്ത് നിൽക്കുമായിരുന്നു. നല്ല തിരമാല കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായി ചാടി. അപ്പോഴേക്കും ഞങ്ങളുടെ പാറൂട്ടി മണ്ണ് വാങ്ങി കൊട്ടാരുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പേടി കേട്ടോ, നല്ല തിരമാല വരുമ്പോൾ. അച്ചുട്ടൻ അവൻ്റെ പേരെഴുതി കടൽ മായ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എഴുതി മുഴുവനാണെന്ന് വിളിക്കണം, തിരമാല ഒന്ന് മായ്ക്കാൻ. കളിക്കുന്നതിനിടയിൽ അച്ചുവിനൊരു ചെറിയൊരു ചെന്തുവിനെ കിട്ടിയിട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടപ്പോൾ ഒരു ലുക്ക് ഞെണ്ടീനെ പോലൊക്കെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴേക്കും പാറൂട്ടിക്ക് അച്ചുട്ടനെ ചെയ്ത് അതേപോലെ അവളെ മൂടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പ്രതിയും കൂടെ കൂടി അവളെ മണ്ണിൽ നന്നായിട്ട് മൂടി. കിളിയാവുന്നു പറഞ്ഞിട്ട് എന്നോട്. അങ്ങനെ കുറേ സമയം അങ്ങനെ എൻജോയ് ചെയ്തു. അവർക്ക് കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ സമയപ്പോൾ എല്ലാവർക്കും മതി, പോകേണ്ട ഇനിയും സമയം വേണമെന്ന്. അങ്ങനെ ബീച്ചിൽ എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ
അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ളൊരു പ്ലേസാണ് കേട്ടോ ഈ മലമ്പാലം എന്ന് പറയുന്നത്. ഞങ്ങൾ സമൂസകൾ ഇവിടെ ചായയൊക്കെ കുടിച്ചു, ചക്കയൊക്കെ നല്ല തിരിച്ചു പോകുന്ന വഴിക്ക് മീൻ കടയിൽ നിർത്തി മീനൊക്കെ മേടിച്ചു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. വണ്ടി എടുത്ത് പട്ടണമൊക്കെ ഇട്ട് യാത്ര അവസാനിക്കുകയാണ്. ഒരുപാട് സന്തോഷം.